വ്രതമനുഷ്ഠിച്ച് കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് വലിയ ആശ്വാസകരമായ നോമ്പ് തുറക്കാവശ്യമായ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയ രണ്ട് പള്ളികളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇസ്ലാമിക് സെൻറ്റർ മസ്ജിദിനെയും കോഴിക്കോട് KSRTCക്ക് സമീപമുള്ള ഉമറലി ശിഹാബ് തങ്ങൾ മസ്ജിദുമാണ് ഇന്ന് നമ്മൾ നോമ്പ് യാത്രയിൽ ഇഫ്താർ വിശേഷങ്ങളുമായി പങ്കുവെക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകദേശം 25 വർഷത്തോളമായി ഇസ്ലാമിക് സെൻറ്റർ ആസ്ഥാനമായിക്കൊണ്ട് യാത്രക്കാർക്കും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വിപുലമായിട്ടുള്ളൊരു ഇഫ്താറാണ് കോഴിക്കോട് ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ച് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് KSRTCക്ക് സമീപമുള്ള വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമായിക്കൊണ്ട് വലിയ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയാണ് നോമ്പ് തുറക്കാനെത്തുന്നവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഉമറലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള കോഴിക്കോട് KSRTCക്ക് സമീപമുള്ള പള്ളിയുടെ സാരഥ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കോഴിക്കോട് KSRTCക്ക് സമീപമുള്ള ഉമറലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള മസ്ജിദിൽ വിപുലമായിട്ടുള്ള സൗകര്യമാണ് KSRTC ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുക്കിയിട്ടുള്ളത്. ഇസ്ലാമിക് സെന്ററിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ ആസ്ഥാനമായിട്ടുള്ള പള്ളിയിൽ ഇഫ്താറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് വലിയ ആശ്വാസമായി വ്രതാനുഷ്ഠാനവുമായി എത്തുന്നവർക്ക് നോമ്പ് തുറക്കുന്നതിന് വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഉമറലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള പള്ളിയിലാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. ഉമറലി ശിഹാബ് തങ്ങൾ ഈ പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി കൂടിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി തങ്ങൾ അവர்கள் നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ പങ്കുചേരുന്നതിന് വേണ്ടി ചേരുകയാണ്. നിങ്ങൾ ഏകദേശം എത്ര വർഷക്കാലമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു പദ്ധതി കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്? 2017 നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ പൂർത്തീകരിച്ച് തുറന്നത്. പള്ളിയും അനുബന്ധ സംവിധാനങ്ങളൊക്കെ തന്നെ അതിൽ പിന്നെ അന്നത്തെ റമദാൻ തൊട്ട് തന്നെ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തെ 10ാമത്തെ റമദാനാണ്. ഈ റമദാനോടുകൂടി നമ്മുടെ ഈ നോമ്പ് തുറയും 10ാമത്തെ വർഷത്തിലാണ് ഇത് പ്രവേശിച്ചിട്ടുള്ളത്. അന്ന് തൊട്ട് തന്നെ പിന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ നോമ്പ് തുറക്കും മറ്റും ഇവിടെ എത്തിച്ചേരുന്നത്. നിസ്കാരത്തിന് പൊതുവെ എല്ലാ സമയങ്ങളിലും ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒന്നാമത് നമ്മുടെ തൊട്ടടുത്ത് KSRTC ബസ് സ്റ്റാൻഡ്, ഇപ്പുറത്തും ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, തൊട്ടടുത്ത ആശുപത്രികളൊക്കെ അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് യാത്രക്കാരായ ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പള്ളിയും അനുബന്ധ സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 10 വർഷത്തോളമായി നോമ്പ് തുറക്ക് യാതൊരു മുടക്കവുമില്ലാതെ 1000-ൽ പരം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് നോമ്പ് തുറന്ന് സന്തോഷിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ സന്തോഷം. വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഇഫ്താർ തന്നെയായിരുന്നു ഓരോ ദിവസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ബിരിയാണിയും ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ അടക്കം വളരെ വിപുലമായിട്ട് എന്നും ഇതുപോലെ തന്നെയുള്ള വിപുലമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ട് തന്നെയാണോ ഇഫ്താറിന് ഒരുക്കുന്നത്? ഒരുപാട് ദീനീ സ്നേഹികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരുടെയൊക്കെ തന്നെ അവർ ഓരോ മാസം വരുമ്പോഴേ തന്നെ റമദാൻ എത്തുമ്പോഴേ തന്നെ ഇവിടുത്തെ ഒരു നോമ്പുറക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരാറുള്ളത്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ മാനേജിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിന് നേതൃത്വം CP ഇക്ബാൽ സാഹിബ്, ഉസ്താദുമാർ, ദാരിമിയും IC അടക്കമുള്ളവരുടെ വലിയൊരു നേതൃത്വമാണ്. ഇങ്ങനെ സംവിധാനം റമദാൻ വരുമ്പോൾ പ്രത്യേകമായിട്ട് എല്ലാവരും നൽകുന്നത് അള്ളാഹിൻ്റെ പക്കൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ തൊട്ടടുത്തുള്ള വിക്കാൻ്റെ നല്ല പ്രവർത്തകർ സജീവമായിട്ടുണ്ട്. എല്ലാവരുടെയും നിസ്സീമായ സഹകരണവും സഹായം എന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അതുപോലെ തന്നെ ഇതിന് സംഭാവന സ്ഥിരമായി നൽകുന്ന ആരിസാബിൻ്റെ പിന്നെ ഭക്ഷണം സ്ഥിരമായി അദ്ദേഹമാണ് നൽകാറുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായവും കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഒരുപാട് ആളുകൾ നോമ്പുറന്ന് സന്തോഷിച്ച് പോവുക എന്നുള്ളതിൽ. ഇനിയും തുടർന്നും ഇത് വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ വരും വർഷങ്ങളിലും നമുക്ക് നമ്മൾ വിപുലമായ സംവിധാനം ഇവിടെ ഹോസ്റ്റൽ സംവിധാനം ഒന്നും കൂടി ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ ഏതും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ വരും. അതോടൊപ്പം സൗകര്യങ്ങൾ ഒരുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്ഥലപരിമിതി നമ്മുടെ ഏറ്റവും പ്രയാസം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മുടക്കമില്ലാതെ ഇനിയും നടത്തി തന്നെയാണ് നമ്മൾ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിക് സെൻറ്ററിലെ നോമ്പുതുറ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിക് സെൻറ്റർ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് കൂടിയായിട്ടുള്ള ഹക്കീം നിസാബി ഉസ്താദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇസ്ലാമിക് സെൻറ്റർ ആസ്ഥാനമായിക്കൊണ്ട് നമ്മുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് വിവിധ ആളുകൾക്ക് 1000-ഓളം ആളുകൾക്ക് 1000-ന് മുകളിൽ ആളുകൾക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്
നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പല ആളുകൾക്കും നോമ്പ് തുറക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വിപുലമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മുടെ ഇസ്ലാമിക് സെൻറ്റർ പള്ളിയിൽ നടക്കുന്ന നോമ്പ് തുറ ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായതുകൊണ്ടും പരിസരത്തുള്ള ഒരുപാട് ഹോസ്റ്റലുകൾ ഉള്ളതുകൊണ്ടും ഒക്കെ, പ്രത്യേകിച്ച് കോഴിക്കോട് ടൗണിൻ്റെ മെയിൻ ഒരു ഹെഡാണ് ഈ ഭാഗം. ഇവിടെ യാത്രക്കാർക്ക് വലിയൊരു ആശ്രയമാണ് ഈ നോമ്പുതുറ. വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ. ഇത് 400-500 ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, ഫ്രൂട്ട്സ് വിതരണം ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ സമ്പൂർണ്ണമായും അവരുടെ സേവനമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. കോഴിക്കോടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള പ്രധാനപ്പെട്ട 2 പള്ളികളാണ്. ഒന്ന് ഇസ്ലാമിക് സെൻറ്റർ മസ്ജിദും 2 ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള പള്ളിയും. ഈ 2 പള്ളിയിലും കോഴിക്കോട് നഗരത്തിലെത്തുന്ന നോമ്പുകാരായി എത്തുന്നവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള, അവർക്ക് ഉപകാരപ്രദമാകുന്നുള്ള ഒരു ഇഫ്താർ വിരുന്നാണ് 2 മസ്ജിദിലും ഒരുക്കിയിട്ടുള്ളത്.